ദൈവത്തിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സമയത്ത് നമുക്ക് പഠിക്കുവാനും വിചിന്തനം ചെയ്യുവാനും നാം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന മനോഹരമായ ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ ലേഖനങ്ങൾ പഠിക്കുവാൻ ഈ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ പശ്ചാത്തലമാണ്. അത് ശരിയായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ ആണ്. മാത്രമല്ല സുവിശേഷത്തെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ ഒരു ചരിത്ര പുസ്തകമായതുകൊണ്ട് ആഴമായ ഒരു ധാരണയും പഠനവും നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ലേഖനങ്ങൾ നമുക്ക് ശരിയായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ ഒരു മനോഹരമായ ഗ്രന്ഥമാണ്. ഒരു ബെസ്റ്റ് സെല്ലിംഗ് നോവൽ പോലെയുള്ള അനേക സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. വൈദ്യനായ ലൂക്കോസ് ഈ ലേഖനം അപ്പോസ്തല പ്രവൃത്തികൾ ഈ ചരിത്ര പുസ്തകം എഴുതിയ ആൾ ലൂക്കോസ് ആണെന്ന് നമുക്ക് പ്രയാസമില്ലാതെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം ഈ പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം ഒരു ചരിത്രകാരനും വേദശാസ്ത്രജ്ഞനും മാത്രമല്ല അദ്ദേഹം ഒരു ഡോക്ടറും കൂടി, ഒരു ഫിസിഷ്യനും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഏറെ സൂക്ഷ്മതയോടുകൂടിയാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. എല്ലാ സംഭവങ്ങളും അതിൻ്റെ മുക്കിലും മൂലയിലും പോയി എല്ലാ വിവരണങ്ങളും നമുക്ക് യഥാർത്ഥത്തിൽ ലൂക്കോസ് എഴുതി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബെസ്റ്റ് സെല്ലിംഗ് നോവൽ പോലെ മനോഹരമായിട്ട് ചരിത്ര സംഭവങ്ങൾ മുമ്പോട്ട് പോകുന്നു. വളരെ രസകരമായ സ്ഥലങ്ങൾ, രസകരമായ യാത്രകൾ, മാത്രമല്ല ആളുകൾ ഒത്തിരി ഓടിക്കൂടുന്ന ഇടങ്ങൾ കാണുവാൻ കഴിയും. വലിയ ബഹളങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. സുവിശേഷത്തിന് വിരോധമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ, നമുക്ക് മരണത്തിൻ്റെ സീനുകൾ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ അപ്പോൾ തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സംഭവങ്ങളുണ്ട്. ഈ ഒരു വസ്തുതയെന്ന് പറയുന്നത് ഇതെല്ലാം റിയലായിരുന്നു. ഇവിടെ നടക്കുന്ന ഈ മറ്റെവിടെയോ നടന്ന കാര്യങ്ങൾ ഇവിടെ പറയുകയും ഇവിടെ നടന്ന കാര്യങ്ങൾ മറ്റെവിടെയെങ്കിലും ചെന്ന് പറയുകയും അല്ല ഇവിടെ നടക്കുന്നത്. ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം റിയലായിട്ട് നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പുരോഗതിയും വളർച്ചയും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ അപ്പോസ്തല പ്രവൃത്തി നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. അത് വായിച്ച് പഠിച്ചേ മതിയാകുകയുള്ളൂ. അതിന് ആധാരമായിട്ട് നമുക്ക് ആദ്യത്തെ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 1-ാം അധ്യായം ആദ്യത്തെ 5 വാക്യങ്ങൾ. തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നു. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഈ ആദ്യത്തെ 5 വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയുടെ ഒരു ഇൻട്രഡക്ഷനാണ്, ഒരു തുടക്കമാണ്. നാം ചിന്തിച്ചുവല്ലോ, ലൂക്കോസിൻ്റെ 2-ാം പുസ്തകം ആണ്. അങ്ങനെ പറയുവാൻ കാരണം തിയോഫിലോസിനെയാണ് ഈ പുസ്തകവും അപ്പോസ്തല പ്രവൃത്തിയും അഭിസംബോധന ചെയ്തിരിക്കുന്നത്. 1-ാമത്തെ പുസ്തകം ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്. ആ സുവിശേഷത്തെക്കുറിച്ച് 1-ാമത്തെ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന നാൾ വരെ ഏതാണ്ട് 3.5 വർഷക്കാലം തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. എന്നാൽ യഥാർത്ഥത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ
കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം തൻ്റെ അപ്പോസ്തലന്മാരെ കൊണ്ട്, തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ഭൂമിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ചെയ്യിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം മൗലികമായി തലക്കെട്ട് ഇവിടെ ചേർത്തിട്ടില്ല. അതിപുരാതന കയ്യെഴുത്ത് പ്രതികളിൽ പ്രവൃത്തികൾ എന്നാണ് തലക്കെട്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നുള്ളത് പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൻ്റെ തലക്കെട്ട് പ്രവൃത്തികൾ എന്നാണ്. ഗ്രീക്കിൽ അതിന് പ്രാക്സിസ് എന്ന് ഉപയോഗിക്കും. ഒരു ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മഹാന്മാരുടെ നടപടികൾ എന്നും നേട്ടങ്ങളെന്നും നമുക്ക് പരിഭാഷ ചെയ്യാവുന്നതാണ്. ഗണനീയരായ ആളുകൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവർ ചെയ്ത നേട്ടങ്ങളെക്കുറിച്ച് അതേ നിലയിൽ തന്നെയാണ് ഗ്രീക്കിൽ പ്രാക്സിസ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ശിഷ്യന്മാർ, തൻ്റെ അപ്പോസ്തലന്മാർ ഗണനീയരായ ആളുകൾ തന്നെയായിരുന്നു. ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് അവർ ആ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയിൽ ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ പ്രധാന കഥാപാത്രമായി പത്രോസിനെയാണ് നാം കാണുന്നത്. എന്നാൽ 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസും തന്നോട് കൂടെയുള്ള ആളുകളും പൗലോസിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചരിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ എന്ന് ഈ പുസ്തകത്തെ നമുക്ക് വിളിക്കാവുന്നതാണ്. കാര്യം കർത്താവ് അവരോട് പറഞ്ഞത് 1:8 വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. അപ്പം ഇവർ കാത്തിരിക്കുന്നു, ഇവർക്ക് ശക്തി ലഭിക്കുന്നു. ആ ശക്തി ലഭിച്ചതുകൊണ്ട് ഉണ്ടാകുന്ന ഫലമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് തീരുക എന്നുള്ളതാണ്. ശക്തി ലഭിച്ചിട്ട് മറ്റെന്തെങ്കിലും ലൗകികമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുമ്പോൾ ഞാനും നിങ്ങളും, നാം ഓരോരുത്തരും കർത്താവിൻ്റെ സാക്ഷികൾ ആകുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അതിൻ്റെ ചരിത്രമാണ് നമുക്ക് ഈ പുസ്തകത്തിലിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് മുഖാന്തരം സഭ വളരുവാനും ശക്തിപ്പെടുവാനും ഇടയായി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ അപ്പോസ്തലന്മാർ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ടുണ്ടായ ഫലം, ഇത് സഭ വളരുവാൻ തുടങ്ങി, സഭ ശക്തിപ്പെടുവാൻ തുടങ്ങി. അതോടൊപ്പം ശക്തമായ എതിർപ്പുകളുണ്ടായിരുന്നു. ആ എതിർപ്പുകളെ അതിജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഇതിൻ്റെ ഗ്രന്ഥകാരനും കാലവും നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ പുസ്തകം തിയോഫിലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം അത് ചിന്തിച്ചു. ലൂക്കോസാണ് ഈ ഗ്രന്ഥത്തിൻ്റെയും രചയിതാവെന്ന് ചിന്തിക്കുന്നത് അവിടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും യുക്തിഭദ്രമായിട്ടിരിക്കുന്നത് അതുതന്നെയാണ്. ലൂക്കോസ് തന്നെയാണ് ഈ പുസ്തകവും എഴുതിയിരിക്കുന്നത്. ബാഹ്യമായ ചില തെളിവുകൾ, സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം നമുക്കിതിനുണ്ട്. ഐറേനിയസ്, അതുപോലെ ക്ലെമന്ത്, തെർത്തുല്യൻ 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരാണ്. ഒറിഗൻ തുടങ്ങിയ ആദ്യകാല സഭാപിതാക്കന്മാർ അതിനെ അനുകൂലിക്കുന്നു. മാത്രമല്ല മൊററ്റോറിയൻ കാനോൻ അതിനെ പിന്താങ്ങുന്നു. AD 170 സംജാതമായിരുന്ന മൊററ്റോറിയൻ കാനോനിലും ഇതേ അഭിപ്രായം തന്നെയാണ്. ലൂക്കോസാണ് ഇത് എഴുതിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് താരതമ്യേന പ്രാധാന്യം ഉള്ള വ്യക്തി അല്ല. എങ്കിലും പുതിയ നിയമത്തിൽ 3 പ്രാവശ്യമേ തൻ്റെ പേര് പറയുന്നുള്ളൂ. ഒന്നാമത് കൊലോസ് ലേഖനം 4:14 വാക്യത്തിലും 2 തിമോത്തിയോസ് 4:11 വാക്യത്തിൽ പൗലോസ് ലൂക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസ് എന്നോടുകൂടെ ഉണ്ട്, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ എന്ന് പൗലോസ് പറയുന്നുണ്ട്. പിന്നീട് ഫിലേമോൻ്റെ ലേഖനം 24-ാം വാക്യത്തിൽ ലൂക്കോസിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ഒരു അത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ട് ലൂക്കോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എങ്കിലും 3 പ്രാവശ്യം ലൂക്കോസിൻ്റെ പേര് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ലൂക്കോസ്
പൗലോസിൻ്റെ ഒരാത്മസുഹൃത്തും സന്തത സഹചാരിയുമാണ്. തൻ്റെ മാത്രമല്ല പൗലോസിൻ്റെ ഒരു വ്യക്തിഗത ഡോക്ടറായിട്ട് ലൂക്കോസിനെ നമുക്ക് കാണുവാൻ കഴിയും. റോമക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അടിമകളാണ് കൂടുതലും ഡോക്ടർമാരായിട്ട് റോമ പൗരന്മാരുടെയും അവിടുത്തെ ഭരണാധികാരികളുടെയും ഒക്കെ പേഴ്സണൽ ഡോക്ടേഴ്സായിട്ട് ഇരുന്നത് അടിമകളാണ്. ആ നിലയിൽ ലൂക്കോസിനെ നമുക്ക് ഒരു ഡോക്ടറായിട്ട് കാണുവാൻ കഴിയും. ലൂക്കോസ് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ചരിത്രകാരനും സത്യസന്ധമായി എഴുതുന്ന ഒരു ആളും ആയിരുന്നു. റോമൻ നിയമം നന്നായി അറിയാവുന്ന ആളായിരുന്നു ലൂക്കോസ്. മാത്രമല്ല പലസ്തീൻ നാടിൻ്റെ ഏഷ്യ മൈനറിൻ്റെയും ഒക്കെ എല്ലാ സ്ഥലങ്ങളും യൂറോപ്പിലെ പല സ്ഥലങ്ങളും നന്നായി ഭൂമിശാസ്ത്രപരമായി അറിയാവുന്ന ആളായിരുന്നു ലേഖനകാരനായ ലൂക്കോസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസിൻ്റെ 2 വർഷത്തെ റോമൻ ജയിൽവാസം അനേകരെ കണ്ടുമുട്ടുവാനും സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും കാര്യങ്ങൾ ചോദിച്ച് അറിയുവാനും ലൂക്കോസിന് ഇടവന്നിട്ടുണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. മറ്റൊന്ന് 23-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അതുപോലെയുള്ള ചരിത്രപരമായ സംഭവങ്ങൾ ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പത്രോസ്, യോഹന്നാൻ തുടങ്ങിയവരോട് അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ന്യായമായും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പൗലോസ് 2 വർഷം കൈസരിയയിൽ തടവിൽ ആയിരുന്നപ്പോൾ ഫിലിപ്പോസിൻ്റെ ഭവനത്തിൽ പോവുകയും ഫിലിപ്പോസിനോടും തൻ്റെ പ്രവാചകികളായിരുന്ന പെൺമക്കളെയും ലൂക്കോസിന് കണ്ടുമുട്ടുവാനും അവരോട് അഭിമുഖമായി പല കാര്യങ്ങൾ ചോദിച്ചറിയുവാനും ലൂക്കോസിന് ഇടയായിട്ടുണ്ട് എന്ന് നമുക്ക് ന്യായമായും കരുതുവാൻ കഴിയും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസ്, കണ്ടുമുട്ടലുകൾ, അന്യോന്യമുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെ ഈ ഒന്നാമത്തെ ചരിത്ര ഗ്രന്ഥം രചിക്കുവാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവസാനമായി ലൂക്കോസ് ഞങ്ങൾ എന്നും ഞങ്ങൾക്ക് എന്നും, വി ആൻഡ് അസ്, ഈ 2 പ്രയോഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇത് എന്നുള്ള ബഹുവചന നാമവിശേഷണ പ്രയോഗം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ പ്രോനൗൺസ് വി എന്നും അസ് എന്നും അല്ലെങ്കിൽ ഞങ്ങളെന്നും ഞങ്ങൾക്ക് എന്നും ഉള്ള ആ പ്രയോഗങ്ങൾ വെളിപ്പെടുത്തുന്നത് പൗലോസിൻ്റെ ജീവചരിത്രത്തിലെ അനേക സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാണ് ലൂക്കോസ് എന്നുള്ളതാണ്. പൗലോസിൻ്റെ കൂടെ കപ്പൽ യാത്രയിൽ കൈസരിയിൽ നിന്ന് റോമിലേക്ക് പൗലോസ് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ലൂക്കോസ് ഉണ്ടായിരുന്നു. ലൂക്കോസും അരിസ്തർഹോസും പൗലോസും 3 പേരും, അതുകൂടാതെ 273 യാത്രികരും ഉണ്ടായിരുന്നു. ആ കപ്പലിൽ മൊത്തം 276 പേരായിരുന്നു. അതിലെ 3 പേര് പൗലോസും ലൂക്കോസും അരിസ്തർഹോസും ആയിരുന്നു എന്ന് ചരിത്രം നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ലൂക്കോസ് പൗലോസിൻ്റെ സന്തത സഹചാരിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറായിട്ട് എൻറോൾ ചെയ്ത് പൗലോസിൻ്റെ കൂടെ മറ്റുള്ള ആളുകൾക്ക് വരുവാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഈ ലൂക്കോസിന് പൗലോസിനോട് ചേർന്ന് യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. ഇനി ഇതെഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചാൽ AD 70 ശേഷം എഴുതിയെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതിലെ ഈ ചരിത്രത്തിൻ്റെ കിടപ്പ് അതിനു മുൻപ് എഴുതി എന്ന് കാണുവാൻ കഴിയും. സോ ആഫ്റ്റർ ദ ഫോൾ ഓഫ് ജെറുസലേം എന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ ലൂക്കോസിൻ്റെ മരണം AD 80 മധ്യത്തിലാണ് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ അങ്ങനെയെങ്കിൽ AD 60-നും 62-നും ഇടയ്ക്ക് AD 70 മുമ്പ് തന്നെ ഇത് ഈ ലേഖനം അല്ലെങ്കിൽ ഈ പുസ്തകം, ചരിത്ര പുസ്തകം എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദ്യ റോമൻ കാരാഗ്രഹവാസം അവസാനിക്കുന്നതിന് മുൻപ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി ശരിയായ അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായങ്ങൾ 28-ാം അധ്യായത്തിൽ അബ്രപ്റ്റായിട്ടാണ് ഗ്രന്ഥം അല്ലെങ്കിൽ ആ ചരിത്ര രചന അവിടെ അവസാനിക്കുന്നത്. അത് ഒരു സമ്പൂർണ്ണമായ ഒരു പര്യവസാനമായിട്ട്, ചരിത്ര പര്യവസാനമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം അതിനു മുമ്പ് തന്നെ ഇത് എഴുതി വെച്ചിട്ട്
ഒരുപക്ഷെ പിന്നീട് എഴുതുവാനായിട്ട് സാധിച്ചിട്ടില്ല. രണ്ടാം കാരാഗൃഹവാസത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. 2 തിമോത്തിയോസ് 4 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ ലൂക്കോസ് എന്നോടുകൂടി ഉണ്ട് എന്ന് പറയുന്നു. എങ്കിലും രണ്ടാം കാരാഗൃഹവാസത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. മറ്റൊന്ന്, യാക്കോബിൻ്റെ രക്തസാക്ഷിത്വം AD 62 ആണ് നടക്കുന്നതെന്ന് ജോസിഫസ് പറയുന്നുണ്ട്. നീറോയുടെ കാലത്തെ പീഡ AD 64, യെരുശലേമിൻ്റെ പതനം AD 70, ഇതൊന്നും പരാമർശിക്കാതിരിക്കുന്നത് കൊണ്ട് AD 62 മുൻപ് ലൂക്കോസ് ഈ ആക്ട്സ് എഴുതി എന്ന് നമുക്ക് ന്യായമായും വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലം 1:1 നാം വായിക്കുമ്പോൾ വളരെ ക്രമമായ തെയോഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ ഉപദേശിച്ചും ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയതാണെന്നല്ലോ. അപ്പോൾ ആദ്യത്തെ ചരിത്രം യേശുക്രിസ്തു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ ചരിത്രം തിയോഫിലോസ് എന്ന് പറയുന്ന ആളിന് യേശുവിൻ്റെ ആരോഹണശേഷം തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരം ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളുടെ ക്രമമായ രേഖ എഴുതുക എന്നുള്ളതായിരുന്നു ലൂക്കോസിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ചരിത്രം എഴുതിയത് എന്ന് കാണുവാൻ കഴിയും. സഭയുടെ ആരംഭം അഥവാ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നു. സുവിശേഷത്തിൻ്റെ വ്യാപനം, സഭയുടെ വളർച്ച. 1 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി 120 പേരുടെ ഒരു സംഘം അവിടെ കാത്തിരിക്കുകയാണ്. പിന്നെ 2:41 നാം വായിക്കുന്നത്, നമുക്കൊന്ന് വായിക്കാം. അവൻ്റെ വാക്ക് കേൾക്കേണ്ടവർ സ്നാനമേറ്റു വന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ സഭയുടെ വളർച്ചയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. 2:41-47 വിശ്വസിച്ചവർ സ്നാനമേറ്റു, അവർ അപ്പം നുറുക്കിയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സഭയുടെ വളർച്ച 4:4 വാക്യത്തിൽ വലിയൊരു കൂട്ടം അവർ ഒരുമനപ്പെട്ട് നിൽക്കുമ്പോൾ വലിയൊരു കൂട്ടം ആളുകൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം 5000-ഓളമായി. അപ്പോൾ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 5:14, 6:7, 19:20 ഈ വാക്യങ്ങളിലെല്ലാം ക്രമാനുഗതമായി സഭയുടെ വളർച്ചയെക്കുറിച്ച് അവിടെ പറയുകയാണ്. മറ്റൊന്ന്, സുവിശേഷത്തിന് നേരിട്ട എതിർപ്പുകളും ശക്തമായ പീഡയിലൂടെ കടന്നുപോയി ശക്തമായ എതിർപ്പുകൾ സഭയ്ക്കുണ്ടായി. ഈ കാര്യവും ലൂക്കോസ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2:13 വാക്യത്തിൽ നമുക്കറിയാം, ഈ ആളുകൾ ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവർ പുതുവീഞ്ഞ് കുടിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരവരെ പരിഹസിക്കുവാനായിട്ട് തുടങ്ങി. 4 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ നാം വായിക്കുന്ന പത്രോസും യോഹന്നാനും തടവിലാകുന്ന കാര്യമാണ്. 13 അധ്യായത്തിൽ പൗലോസിനേറ്റ ഗുരുതരമായ സാഹചര്യം, പൗലോസിനെ ഉപദ്രവിക്കുവാനും കല്ലെറിയുവാനും ഒക്കെ തുടങ്ങുന്ന സാഹചര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 5:17 വാക്യത്തിൽ നാം വായിക്കുന്നത് 5:17 വാക്യം: പിന്നെ മഹാപുരോഹിതന്മാരും സദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. അപ്പോൾ അവരെ പൊതു തടവിലാക്കുന്നു, ഉപദ്രവം ഏൽപ്പിക്കുന്നു, അവരെ ജയിലിൽ അടയ്ക്കുവാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. ഇങ്ങനെ ഉപദ്രവത്തിൻ്റെ ഒരു വലിയ പട്ടിക തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ദൈവസ്നേഹി എന്നാണ് ഇത്
ആർക്ക് എഴുതി എന്നുള്ളത് നമുക്കറിയാം. തിയോഫിലോസിനാണ് എഴുതിയിരിക്കുന്നത്. ദൈവസ്നേഹി എന്നാണ് തിയോഫിലോസ് എന്ന പേരിൻ്റെ അർത്ഥം, ലവർ ഓഫ് ഗോഡ്. പിന്നെ സഭാചരിത്രത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തുന്നതൊഴിച്ചാൽ ഒരിടത്തും ഈ വ്യക്തിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഒരുപക്ഷെ ഒരു വിശ്വാസിയായിരിക്കാം. ശ്രീമാനായ തെയോഫിലസ് എന്ന് ഒരു ഔദ്യോഗിക സ്ഥാനപ്പേരിൽ പറയുന്നത് കൊണ്ട്, മോസ്റ്റ് എക്സലൻ്റ് എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഉന്നതനായ ഒരു ഗവർണറുടെ പദവിയിൽ നിൽക്കത്തക്കോണമുള്ള ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ ആകുവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം 24-ാം അധ്യായത്തിൽ മോസ്റ്റ് എക്സലൻ്റ് എന്ന് ഫെലിക്സിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഫെലിക്സ് നമുക്കറിയാം ഉന്നതനായ ഒരു ഗവർണറായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനിയും ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രഥമ സഭാചരിത്രം മഹാനിയോഗത്തിൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിലെ ചരിത്രം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൊടുത്ത അന്ത്യനിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗത്തിൽ നിങ്ങൾ ഭൂലോകം ഒക്കെയും പോയി സുവിശേഷം അറിയിക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കുക. ഈ മഹാനിയോഗത്തിൻ്റെ പ്രതികരണം അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ രേഖയാണ് ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ ചരിത്രം എന്ന് നാം മനസ്സിലാക്കണം. സഭയുടെ 3 ദശാബ്ദങ്ങളുള്ള ചരിത്ര വിശകലനം ഈ പുസ്തകത്തിൽ ഉണ്ട്. സഭയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള രേഖ വേറെ ഒരിടത്തും ലഭ്യമല്ല. അപ്പോസ്തലപ്രവൃത്തിയിലാണത് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഉപദേശപരമായ രേഖകൾ ഇതിലില്ലെങ്കിലും ആ ഉപദേശം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഉപദേശപരമായ ചരിത്രം നമുക്ക് ലഭ്യമാണ്. ഉപദേശപരമായ ഒരു പുസ്തകമല്ല അപ്പോസ്തലപ്രവൃത്തി, എന്നാൽ അത് എങ്ങനെ പ്രയോഗത്തിലാക്കിയെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, യേശുക്രിസ്തു ഇസ്രായേൽ ഏറെ കാത്തിരിക്കുന്ന മശികയാണെന്ന് ഈ പുസ്തകത്തിൽ തെളിയിച്ച് പറഞ്ഞിരിക്കുകയാണ്. പൗലോസിൻ്റെയും മറ്റും പ്രസംഗങ്ങളിൽ അവർ കാത്തിരിക്കുന്ന മശിക ആണ് ഈ യേശുക്രിസ്തു എന്ന് തെളിയിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഭാഗികമായ നിറവേറൽ എന്നുള്ള നിലയിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള യോവേലിൻ്റെ പ്രവചനത്തിൻ്റെ ഭാഗികമായ നിവൃത്തി പെന്തക്കോസ് നാളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 2-ന്റെ-25 വാക്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ-25 ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ച് നിൻ്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും. 110-ാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. മാത്രമല്ല 132-ാം സങ്കീർത്തനം, 89-ാം സങ്കീർത്തനം ഇതിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് നമ്മുടെ കർത്താവിനെക്കുറിച്ച് മുന്നമേ പറഞ്ഞിരിക്കുന്ന പ്രവചനമായിട്ട് ഇതിനെ കാണുവാൻ കഴിയും. ഇത് അപ്പോസ്തലപ്രവൃത്തിയിൽ എടുത്ത് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയും സഭയുടെ പരിവർത്തന ചരിത്രം എടുത്തു കാട്ടുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തികൾ. എന്നൊരു ട്രാൻസിഷൻ പീരിയഡ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്ന സഭയുടെ ചരിത്രം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നത് ആ പരിവർത്തന കാലത്താണ്. ഇന്ന് പലപ്പോഴും പലരും ചോദിക്കും ഇന്ന് എന്തുകൊണ്ടത് ആവർത്തിക്കുന്നില്ല എന്നുള്ളത്. കാര്യം ആ ട്രാൻസിഷൻ പീരീഡിൽ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിച്ചു പോന്നു. പുതിയ നിയമം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയപ്പോൾ അത് കൺഫേം ചെയ്യുവാനായിട്ട്, അത് ഉറപ്പിക്കുവാനായിട്ട് അതിനോട് ചേർന്ന് തന്നിരിക്കുന്നതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. ആ ട്രാൻസിഷൻ പീരീഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത്.
ഇനിയും ഈ പുസ്തകത്തിൻ്റെ ഒരു രൂപരേഖ നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഉപോദ്ഘാതം, 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1, യെരുശലേമിൽ നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 8-ാം അധ്യായത്തിൻ്റെ 3 വരെ യെരുശലേമിൽ നിങ്ങൾ സാക്ഷികളാകുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സഭയുടെ കാത്തിരിപ്പ്, പരിശുദ്ധാത്മാവിന് വേണ്ടി സഭ കാത്തിരിക്കുകയാണ്. അത് 1-9 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ സഭയുടെ സ്ഥാപനം 2-1 മുതൽ 40. 2-ാം അധ്യായത്തിൽ മൊത്തമായി 2-ാം അധ്യായത്തിലെ പ്രതിപാദ്യം പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരുമ്പോൾ അവിടെ സഭയുടെ സ്ഥാപനമാണ് നടക്കുന്നത്. യഹൂദനെന്നും യവനനെന്നും ദാസനെന്നും സ്വതന്ത്രനും എന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ആത്മസ്നാനത്താൽ അവിടെ സഭയുടെ ഫോർമേഷൻ ഓഫ് ദ ചർച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും 3-ാമത് സഭയുടെ വളർച്ച. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8-3 വരെ സഭയുടെ ക്രമാനുഗതമായ വളർച്ചയെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് സഹായകരമായിട്ട് അപ്പോസ്തലന്മാർ, അവരുടെ പ്രസംഗം, അവരുടെ വീര്യപ്രവർത്തികൾ, മാത്രമല്ല അവരനുഭവിക്കുന്ന പീഡയുടെ അനുഭവം, ഈ കാര്യങ്ങളൊക്കെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 42 വരെ നമുക്ക് കാണുവാൻ കഴിയും. 2, ശുശ്രൂഷകന്മാർ. അപ്പോൾ അപ്പോസ്തലന്മാരും അതോടൊപ്പം ശുശ്രൂഷകന്മാരുണ്ട്. ശുശ്രൂഷകന്മാർ പ്രാർത്ഥന, ഉപദേശം, മാത്രമല്ല അവരും അപ്പോസ്തലന്മാരോട് ചേർന്ന് പീഡ അനുഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഉദാഹരണമായിട്ട് സ്തേഫാനോസ് ഒരു ശുശ്രൂഷകൻ ആയിരുന്നു. ഈ 7 പേരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ സ്തേഫാനോസ് അതിലെ പ്രധാനപ്പെട്ടയാളാണ്. ആ സ്തേഫാനോസ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നു. ഒരു രക്തസാക്ഷിയായിട്ട് സ്തേഫാനോസ് മാറുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകന്മാരൊക്കെ തന്നെ ഗുരുതരമായ പീഡയിലൂടെ അവർ കടന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും യഹൂദ്യയിലും ശമരിയയിലും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മാറുന്നതിൻ്റെ ചരിത്രം. ശമരിയയിൽ സുവിശേഷം അറിയിക്കുന്നു. 8-4 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ശമരിയയിൽ സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്ന് വിജാതീയൻ്റെ മാനസാന്തരം. അവിടെ ഗസയ്ക്കുള്ള വഴിയിൽ വെച്ച് മാനസാന്തരപ്പെടുന്ന ആ എത്യോപ്യൻ ധനകാര്യമന്ത്രി ഷണ്ണൻ്റെ മാനസാന്തരത്തെക്കുറിച്ച്. അപ്പോൾ വിജാതീയനായ ഒരു വ്യക്തി മാനസാന്തരപ്പെടും. സുവിശേഷവും ക്രിസ്തുവേശുവിലുള്ള രക്ഷയും യഹൂദന് മാത്രമല്ല, അത് സർവ്വലോകത്തിനുമുള്ളതാണ്, ജാതികൾക്കുമുള്ളതാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി 3-ാമത്തെ ഡിവിഷൻ ശൗലിൻ്റെ മാനസാന്തരം, ഒരു വ്യക്തിയുടെ മാനസാന്തരം. ക്രൈസ്തവ സഭയെ തച്ചുടയ്ക്കുവാൻ കച്ചകെട്ടിക്കൊണ്ട് അധികാരികളിൽ നിന്ന് അധികാരപത്രവും വാങ്ങിക്കൊണ്ട് എവിടെയും നടന്ന് വിശ്വാസികളെ പിടിച്ചുകെട്ടി കൊല്ലുവാൻ ശ്രമിച്ചിരുന്ന ആ ഭീകരനായ വ്യക്തി ശൗലിൻ്റെ മാനസാന്തരം 9-ാം അധ്യായം 1 മുതൽ 31 വരെ. ഇനിയും അടുത്തത് സുവിശേഷം യഹൂദ്യയിൽ 9-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 43 വരെ യഹൂദ്യയിൽ സുവിശേഷം അറിയിക്കുന്നു. മറ്റൊന്ന് സുവിശേഷം ജാതികളിലേക്ക്. 10-ാം അധ്യായത്തിൽ അതിൻ്റെ ചരിത്രം കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് വരുന്നതും കൊർന്നല്യോസും തൻ്റെ കുടുംബവും സുവിശേഷം കേട്ട് വിശ്വസിക്കുകയും അവർ സ്നാനപ്പെടുകയും ചെയ്യുന്ന ആ മനോഹരമായ അനുഭവം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ സുവിശേഷം ജാതികളിലേക്കെന്നുള്ളതാണ് അടുത്ത ഡിവിഷൻ. എന്ന് പറയുന്ന ഡിവിഷൻ ഹേരോദാവ് മുഖാന്തരമുള്ള പീഡ. 12-ാം അധ്യായത്തിൽ യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുന്നു. അപ്പോസ്തലനായ യാക്കോബ് വാളുകൊണ്ട് കൊല്ലുന്നു. തുടർന്ന് പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹേരോദ രാജാവ് ചെയ്യുന്നതാണ്. ഇനി 3-ാമത്തെ ഡിവിഷനിൽ ലോകത്തിൻ്റെ അറ്റത്തോളം, ആദ്യം യെരുശലേമിൽ, പിന്നീട് യഹൂദ്യയിലും ശമരിയയിലും, പിന്നീട് ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിൽ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 25 വരെ, 13-ൻ്റെ 1 മുതൽ 28-ൻ്റെ 31 വരെ ഉള്ള സംഭവം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളായിട്ട് അവർ പോവുകയാണ്.
ഓക്കെ, അപ്പോൾ അത് മൂന്നാമത്തെ ഡിവിഷൻ. ഒന്ന് എ, പൗലോസിൻ്റെ ഒന്നാം മിഷണറി യാത്ര. അപ്പോൾ ലോകത്തിൻ്റെ അറ്റത്തോളം അന്ത്യോക്യയിൽ നിന്ന് ആ യാത്ര ആരംഭിച്ചിട്ട് കർത്താവിൻ്റെ മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും മാത്രമല്ല ഭൂമിയുടെ അറ്റത്തോളം പോകുവാനായിട്ടുള്ള ആ ശ്രമത്തിൽ അതിൻ്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കാം എന്നത് പൗലോസിൻ്റെ ഒന്നാം മിഷണറി യാത്ര. 13:1 മുതൽ 14:28 വരെ. ബി, യെരുശലേം കൗൺസിൽ. അവിടെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു യെരുശലേമിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെയും അതിനോടനുബന്ധിച്ചുള്ള പ്രമാണങ്ങളെയും ജാതികൾ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുവാൻ വേണ്ടി കൂടുവാൻ വേണ്ടി ഒരു കൗൺസിൽ അവിടെ സമ്മേളിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് യെരുശലേം കൗൺസിൽ. സി, രണ്ടാം മിഷണറി യാത്ര. പൗലോസിൻ്റെ രണ്ടാം മിഷണറി യാത്ര ഇവിടെ ആരംഭിക്കുന്നു. 15-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 18-ൻ്റെ 22 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാം മിഷണറി യാത്രയാണ് പൗലോസ് ഏഷ്യ മൈനറിൽ നിന്ന് യൂറോപ്പിലേക്ക് വരുന്നത്. ആ യാത്രയിലാണ്. ഡി, മൂന്നാം മിഷണറി യാത്ര. അത് 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 21-ൻ്റെ 16 വരെ ആണ് മൂന്നാം മിഷണറി യാത്ര നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെ അത് ഈ പൗലോസിൻ്റെ യെരുശലേമിലേക്ക് ഉള്ള യാത്ര, കൈസരിയിലെ വിസ്താരവും തുടർന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നത്. അത് 21-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 26-ാം അധ്യായത്തിൻ്റെ 32 വരെ ആണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസിൻ്റെ യെരുശലേമിലേക്കും തുടർന്ന് കൈസരിയിലേക്കും അവിടെ നടക്കുന്ന വിസ്താരങ്ങളും ഫേലിക്സിൻ്റെ മുമ്പിലും ഫെസ്തോസിൻ്റെ മുമ്പിലും ഹെരോദ രാജാവിൻ്റെ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിലും തുടർന്ന് താൻ കൈസറെ അഭയം ചൊല്ലിയിട്ട് റോമിലേക്ക് പോകുന്നു. ഇനിയും എഫ്, പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്ര. 27-ാം അധ്യായം മുഴുവനും നമുക്കറിയാം റോമിലേക്കുള്ള യാത്രയിലെ കപ്പൽ യാത്രയിലെ ആ സംഭവമാണ്. ഒരു കപ്പൽ ഛേദം, ദ വോയേജ് ആൻഡ് ഷിപ്രക്ക് ഓഫ് പോൾ എന്ന് നമുക്ക് അതിനെ തലക്കെട്ട് കൊടുത്ത് വിളിക്കാവുന്നതാണ്. തുടർന്ന് 28 മുതൽ 28-ൻ്റെ 31 വരെ ഇവിടെ നാം നോക്കുമ്പോൾ പൗലോസിൻ്റെ റോമിലെ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിനായിട്ട് റോമിലേക്ക് പോകുന്ന പൗലോസിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ നിലയിൽ ഈ പുസ്തകത്തിന് ഒരു മനോഹരമായൊരു ഇൻട്രഡക്ഷൻ, ഒരു മുഖവുര നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്, ഒരു രൂപരേഖ നമുക്ക് ഈ നിലയിൽ അപ്പോസ്തല പ്രവൃത്തിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രൂപരേഖ അനുസരിച്ച് നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ കുറേ കൂടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 1-ാം അധ്യായത്തിൽ സുവിശേഷത്തിൽ നിന്നും സഭാചരിത്രത്തിലുള്ള പരിവർത്തന ചരിത്രത്തിൻ്റെ ഒരു ലിങ്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ സുവിശേഷവും അതിൽ നിന്ന് ഒരു ട്രാൻസിഷൻ ഹിസ്റ്ററി, പരിവർത്തന ചരിത്രത്തിലേക്ക് കടക്കുന്ന ഒരു ലിങ്കാണ് 1-ാം അധ്യായം എന്ന് നമുക്കറിയാം. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്താണ് പറഞ്ഞിരുന്നത്, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ, ഉപദേശിച്ച കാര്യങ്ങളാണ്. എന്നാൽ രണ്ടാമത്തേത് അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അപ്പോസ്തലന്മാരെ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ക്രമമായി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യമാണ് 1-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അന്തിമ നിർദ്ദേശങ്ങൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നടക്കുന്നൊരു സംഭവം, യൂദയുടെ സ്ഥാനത്ത് പുതിയ ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് അന്തിമ നിർദ്ദേശങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അന്തിമ നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. രണ്ടാമത്, ആത്മസ്നാനം നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയൊക്കെയുള്ള അന്തിമ നിർദ്ദേശങ്ങൾ യേശുക്രിസ്തു അവർക്ക് നൽകുകയാണ്. ഇതിൻ്റെ അനുവാചകർ ലൂക്കോസിനെ പോലെ ശിഷ്യഗണത്തിന് യേശു 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം പഠിപ്പിച്ചു. യെരുശലേമിൽ തന്നെ
അവർ നിൽക്കണം. വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി അവരെ ശുശ്രൂഷയ്ക്കായി ശാക്തീകരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നിർദ്ദേശങ്ങളാണ് യേശുക്രിസ്തു അവർക്ക് കൊടുക്കുന്നത്. 2, യേശുവിൻ്റെ സ്വർഗാരോഹണം. ശിഷ്യന്മാർ ചോദിക്കുന്ന ഈ കാലത്തിലോ നീ രാജ്യം സ്ഥാപിക്കുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി ഏത് കാലത്താണ് രാജ്യം സ്ഥാപിക്കുന്നത് എന്നുള്ള അവരുടെ ചിന്താഗതിക്ക് അപ്പുറമായിട്ട് മറ്റൊരു ഫോക്കസിലേക്ക് അവരെ കടത്തിവിടുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നിങ്ങളെ സംബന്ധിച്ച് പരമമായ ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന്, നിങ്ങൾ യഹൂദിയയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ഒന്നാമത് നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്ന് പറയുന്നു. പിന്നെ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന ആ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, 9-ാം വാക്യത്തിൽ ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുകയാണ്. ആ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇതികർത്തവ്യാമൂഢരായി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ 2 ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷനായിട്ട് അവരോട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ മടങ്ങി വരും എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം അവർക്ക് കൊടുക്കുകയാണ്. ഈ വാഗ്ദത്തമാണ് മടങ്ങി വരുന്ന യേശുക്രിസ്തു. ദർ ഇസ് എ സെക്കൻഡ് കമ്മിങ്. മടങ്ങി വരുന്ന യേശുക്രിസ്തു എന്നുള്ള മനോഹരമായ വാഗ്ദത്തം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന്, മഹാനിയോഗത്തിന് ഞാനും നിങ്ങളും സാക്ഷികളാകണം. സാക്ഷികളാകുമ്പോൾ അതിന് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പീഡയുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ സഭയ്ക്ക് വളർച്ചയുണ്ടാകും, സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെയാണെങ്കിലും നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ്. അവൻ വീണ്ടും വരും. ഹീ ഈസ് ഗോയിങ് ടു കം അഗെയിൻ. ആ വാഗ്ദത്തമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ഈ വലിയ അനുഗ്രഹമാണ്, ഈ വലിയ വാഗ്ദത്തമാണ്. അപ്പോൾ ഈ വാഗ്ദത്തത്തിൽ, ഈ 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഈ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ വേല തുടരാം. കേവലം അപ്പോസ്തലപ്രവൃത്തി പഠിച്ചിട്ട് സഭയുടെ പ്രാഥമിക ചരിത്രത്തിൻ്റെ ഒഴുക്ക് മനസ്സിലാക്കി അങ്ങ് പോവുക എന്നുള്ളതിനേക്കാൾ ഇതിൽ നിന്ന് എന്തൊക്കെ ആത്മീക പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുക, ശക്തി ലഭിക്കുക, അവനു വേണ്ടി കാത്തിരിക്കുക, അവനു വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു.